തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മോനെ അരവിന്ദ്, നിനക്ക് ഈ ഗതി വന്നല്ലോടാ. ഈശ്വര, എന്റെ മോനെ ശിക്ഷിക്കല്ലേ മോനെ. കരയല്ലേ, അരവിന്ദിനൊന്നും സംഭവിക്കില്ല. ഇതിനു വേണ്ടിയാണോ ഞാൻ എന്റെ മോനെ വളർത്തി വലുതാക്കിയത്? ഈ കിടപ്പ് കിടക്കാനാണോ ഈശ്വര? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഓരോ നിമിഷവും സന്തോഷം ഓടിച്ചാടി നടക്കാൻ കൊതിച്ചോനെ എന്റെ മോൻ. അരവിന്ദ്, എന്റെ മോൻ, നീ എന്തിനെങ്ങനെ ചെയ്ത്? അമ്മയെ നീ ഓർത്തില്ലല്ലോടാ. അരവിന്ദ് ഇങ്ങനെ ചെയ്യുന്ന അവസാന നിമിഷം വരെ ഞാൻ വിചാരിച്ചില്ല. എന്റെ മണ്ടനാക്കി അവൻ കാണിച്ചു വെച്ചതാ. നീ മിണ്ടരുത്. എന്റെ മോന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാ. ഹേമടത്തി, എന്താ ഈ പറയുന്നേ? ഞാൻ കാരണമാണെന്നോ? അതെ, എപ്പോഴും നീയല്ലേ അവനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നത്. ഒരു ദിവസം പോലും അവൻ നിന്നെ ഫോണിൽ വിളിക്കാതിരുന്നിട്ടില്ല. നിന്റെ കൂടെ ആയിരുന്നപ്പോഴല്ലേ അവനെ കടുകയും ചെയ്തത്. അവൻ വിഷം കഴിച്ചപ്പോ നീ എന്ത് ചെയ്യായിരുന്നു? കൈയടിച്ച് പ്രോത്സാഹനം കൊടുത്തോ? പറയണോ? നീ വിചാരിച്ചിരുന്നെങ്കിൽ അവനെ ഈ അവസ്ഥ ഒന്ന് രക്ഷിക്കായിരുന്നില്ലേ? എന്തിനാടാ നീ എന്റെ മോനെ കൈവിട്ടത്? മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുക എന്റെ മോൻ. ദുഷ്ടനാ നീ, ദുഷ്ടൻ. എന്റെ മോൻ. ഹേമടത്തി കയ്യിൽ വിഷക്കുപ്പി വെച്ച് ഇത് കുടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ കളിയായിട്ട് പറയുന്നെന്നാ ഞാൻ വിചാരിച്ചേ. വിഷമല്ല, തേനും പാലും മിക്സ് ചെയ്താണെന്നാ ഞാൻ കരുതിയേ. അതുകൊണ്ടാ ഹേമടത്തി ഞാനത് തടയാഞ്ഞ്. കളിയായിട്ട് പറഞ്ഞ് കാര്യമൊക്കെ ഒന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ അരവിന്ദനെ ഞാനത് കഴിക്കാൻ സമ്മതിക്കോ? ഹേമടത്തി, അവന്റെ മരുമോനല്ലേ? അവൻ ശ്രേമയോടൊപ്പം ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. സത്യമായിട്ട് പറയാ, എവിടുത്തെ വിചാരിക്കുന്ന പോലെ അരവിന്ദന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല. അവൻ സ്വയം ജീവനൊടുക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം ആരാന്നറിയോ? എന്റെ നിങ്ങളുടെയൊക്കെ കഷ്ടകാല സമയത്ത് എന്റെ മോളായി ജനിച്ച ഈ അസുര ജന്മം.
ആ